നമുക്ക് അടിപൊളിയായിട്ടൊരു നാടൻ രീതിയിലുള്ള ബീഫ് ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല റെഡിക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിതിൽക്കുള്ള മസാല ഇട്ടാലോ. 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി കേട്ടോ. ഇവിടെ നല്ലോണം എരിവ് വേണം, അതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇടുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബീഫിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ. ഇനി ഇതൊരു മണ്ണിൻ്റെ കലത്തിലിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള ഒരു അരപ്പും കൂടി തയ്യാറാക്കണം. അപ്പം കുടുക്കിയിലിട്ടിട്ടുണ്ട്, ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ മസാല തയ്യാറാക്കും. 1 സ്പൂണ് കുരുമുളകും, കുറച്ച് വെളുത്തുള്ളിയും, കുറച്ച് ചെറിയ ഉള്ളി, അത് മാത്രം മതി. ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ബീഫൊക്കെ നല്ലോണം അടുപ്പത്തിരുന്ന് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കേട്ടോ. നല്ല റെഡിക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ആ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ ബീഫും നമ്മൾ ചതച്ച് വെച്ച മസാലയും കൂടിയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഇതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.